മഴത്തോടെ മുമ്പിൽ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ബബിതയുടെ കുറേ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പക്ഷേ അലീന പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ വെറുതെ എന്തിനാ അലീന അത് മൈൻഡ് ചെയ്തിട്ട് ഇനി അതിനകത്തും കൂടെ പഴിയേക്കുന്നതെന്ന് വെച്ചിട്ട് അലീനയാണെങ്കിൽ അലീനയുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകും കേട്ടോ. പിന്നെ ആണെങ്കിലും നമ്മളെ കൃഷ്ണമോക്കാണെങ്കിൽ ബാലേന്ദ്രനെ പോയി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ വൈജയന്തി അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ ആരോടെ വരുമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അലീന ചേച്ചിയോടെ വരാമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ വൈജയന്തി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അവളെയും കൊണ്ട് ഇങ്ങോട്ടൊന്നും വരണ്ടെന്നൊക്കെ പറയുവാണ്. കൃഷ്ണമോളാണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് ഐസിൽ കയറി ബാലേന്ദ്രനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടിട്ടാണെങ്കിൽ ഇങ്ങനെ കുറച്ച് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛാ അമ്മയ്ക്കാണെങ്കിൽ നല്ല വിഷമമായിട്ടുണ്ടെന്ന് പറയുന്നത് ഉള്ളു. ബാലേന്ദ്രനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് നെഞ്ചത്തൊടിച്ച് വെച്ച് എല്ലാം വലിച്ചൊക്കെ ഊരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അവളെ ഇങ്ങോട്ട് വന്ന് കയറി എന്നെ കാണാൻ പറ, ഞാനിവിടെ ഇങ്ങനെ കിടക്കുന്ന രംഗം അവൾ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ ചാടിയൊക്കെ അങ്ങ് എണീക്കും കേട്ടോ. ആ സമയത്ത് നമ്മൾ വൈജയന്തി പുറത്തുണ്ട് കേട്ടോ. പക്ഷേ വൈജയന്തി കയറാനൊന്നും ബാലേന്ദ്രൻ താമസിക്കുന്നില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ വൈജയന്തി ആണെങ്കിൽ വീട്ടിൽ പോയിട്ടാണെങ്കിൽ വീണ്ടും അലീനയുടെ അടുത്താണെങ്കിൽ അങ്ങ് ചൊറിയാൻ ചെല്ലും. അപ്പോഴത്തേക്ക് അലീനയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വൈജയന്തി ഇങ്ങനെ പറയുന്നുണ്ട്, ഏതോ അലവലാതി പെണ്ണ് പിഴച്ച് പ്രസവിച്ച അനാഥാലയത്തിൽ വളർന്ന നിന്നെപ്പോലുള്ളൊരു സംസ്കാരമല്ല എനിക്കുള്ളതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പം പിഴച്ച് പ്രസവിക്കുന്നത് സംസ്കാരമല്ല എന്നുള്ള കാര്യമൊക്കെ അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് അലീന പറയും, ഞാനൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വൈജയന്തി പറയും, അല്ല നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ അലീന പറയുന്നുണ്ട്, ഞാനതിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് നല്ലതുപോലെ ഇരുന്നൊന്ന് ആലോചിച്ചാൽ മതി, അപ്പോൾ എല്ലാം മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വൈജയന്തിക്കാണെങ്കിൽ ഇനി കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കുക, ഒന്നും മിണ്ടാതെ നമ്മൾ വൈജയന്തി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.